എതിരായി നിൽക്കുന്നത് ഒന്ന് കെ മുരളീധരൻ, മറ്റൊന്ന് വി കെ പ്രശാന്ത്. രണ്ടുപേരും രണ്ടർത്ഥത്തിൽ പൊളിറ്റിക്കലായി ജനപ്രിയരായിട്ടുള്ള നേതാക്കളാണ്. അപ്പൊ അവരെയാണ് നേരിടാൻ പോകുന്നത്. അതെ, രണ്ടുപേർക്കും നല്ല പരിചയമുണ്ട് രാഷ്ട്രീയ ഗോതയില്. അവർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്. 2 പ്രാവശ്യം വീതം MLA ആയിട്ടിരുന്ന സ്ഥലവുമാണ് വട്ടിയൂർക്കാവ്. അപ്പൊ അവരെയാണ് നേരിടുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അവർ രണ്ടുപേരെയും നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ 33.5 വർഷത്തെ പോലീസ് ഒരു സേവനം കണക്കാക്കിക്കൊണ്ട്, സാമൂഹ്യ സേവനം കണക്കാക്കിക്കൊണ്ട് അവരെനിക്കൊരു അവസരം തരും എന്ന വലിയ പ്രതീക്ഷയാണ്. ഈ കരുത്തലിനിടയിലേക്ക് മത്സരിക്കാനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും വജ്രായുധം കയ്യിലുണ്ടാവുമല്ലോ. എന്താണ് വട്ടിയൂർക്കാവിൽ ആ ആയുധം? വികസനം, സുരക്ഷിതത്വം, വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്ന ഈ 3 BJPയുടെ വജ്രായുധങ്ങൾക്ക് പുറമെ 3V വികസനം, വിശ്വാസം, വികസനം, വിശ്വാസം, പിന്നെ സുരക്ഷിതത്വം. അത് V അല്ല, അത് സുരക്ഷിതത്വം. കാരണം സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് വാഹനങ്ങളുടെ സുരക്ഷയാണെങ്കിലും ജനങ്ങളുടെ ആണെങ്കിലും സ്ത്രീജനങ്ങളുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും അത് എന്റെ പാഷനാണ്. അത് ഞാൻ അതിലായിരുന്നു ഊന്നിക്കൊണ്ട് ജോലി ചെയ്തിരുന്നത്. ഇത് കൂടാതെയുള്ള ഒരു പുതിയ വജ്രായുധം എന്റെ കയ്യിലുള്ളത് എന്റെ പോപ്പുലാരിറ്റി, എനിക്കുള്ള ഒരു പബ്ലിസിറ്റി. കാരണം ഞാൻ എടുത്തു പോയാലും ഞാൻ ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് അതുപോലുള്ള പോപ്പുലാരിറ്റി ഉണ്ട്. പക്ഷെ എനിക്കൊരു വനിത എന്നുള്ളതിന്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഒരു വിസിബിലിറ്റി കൂട്ടുന്നുണ്ട്. അതെ, ഒരു വനിത. അതായത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇതുവരെ ഒരു ലേഡി MLA ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ടാകാം. ഞാൻ എപ്പോഴും ആദ്യമാണല്ലോ. ആദ്യത്തെ വനിത IPS, ആദ്യത്തെ വനിത ആദ്യത്തെ വനിത DGP. അപ്പൊ അതുകൊണ്ട് 3ാമത്തെ പ്രാവശ്യം ആദ്യത്തെ വനിത വട്ടിയൂർക്കാവിലെ ആദ്യത്തെ വനിത MLA, 3ാമത്തെ ഹാട്രിക്.